പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. തന്നെ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്നും ആരോപണം വളരെ ഗൗരവമാണെന്നും കണ്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അപ്പോ സമാനതകളില്ലാത്ത ഒരു തീരുമാനമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിപക്ഷ നേതാവും കൈക്കൊണ്ടത്. രണ്ടുപേരും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതും. പക്ഷെ അതിനുശേഷം വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. കാരണം പാർട്ടി സ്വീകരിച്ച ആ അച്ചടക്ക നടപടി ശിരസ വഹിച്ചുകൊണ്ട് പാർട്ടിയുടെ വേദികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണുള്ളത്. പാർലമെന്ററി പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയ സ്ഥിതിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായത് അദ്ദേഹം ഈ നടപടികളെ അംഗീകരിക്കുന്നില്ല, ഈ നടപടികളെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നൽകിയത്. അദ്ദേഹം അസംബ്ലിയിൽ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇരയെ ആക്രമിച്ച് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് ആ ഇരയെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം രാഹുലിനല്ലാതെ മറ്റാർക്കുമില്ല. കാരണം ഇത്ര ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഇരയോട് മര്യാദയ്ക്ക് പെരുമാറുക, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം പറയുക, അതൊക്കെ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് പകരം PR ഏജൻസിയെ നിയോഗിച്ചുകൊണ്ട് ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവരെയൊക്കെ ആക്രമിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, വനിതാ നേതാക്കന്മാരെയും വളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ PR സംഘം ആക്രമിച്ചു. എല്ലാവരും ഭയന്ന് പലതും ഒളിച്ചു വെച്ചു. നാട്ടിൽ നമുക്കറിയാം, പ്രസവിച്ച അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാടാണ്. പ്രസവിച്ച അമ്മയെ തല്ലിയാൽ രണ്ടഭിപ്രായം വരാൻ പാടില്ല. എന്തുകൊണ്ടാ? ആ അമ്മ മഹാ അപരാധം ചെയ്തെങ്കിലും പ്രസവിച്ച അമ്മയല്ലേ, അവരെ തല്ലാൻ പാടില്ല എന്നൊറ്റ അഭിപ്രായം വരാൻ പാടുള്ളൂ. അല്ലാതെ അമ്മയെ തല്ലിയ ശരിയാണെന്ന് പറയുന്ന ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു. ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു. ആ തീരുമാനം ലംഘിച്ചത് അയാൾ ഒറ്റയൊരുത്തനാണ്. പണ്ട് സമാനമായ ഒരു സംഭവം അല്ലെങ്കിൽ പോലും ഒരു ലൈംഗിക അതിക്രമ കേസ് കോവളം MLA-ക്കെതിരെ വന്നപ്പോൾ അദ്ദേഹം എത്ര ആത്മസംയമനത്തോടു കൂടിയാണ് ആ കാര്യം നേരിട്ടത്. അദ്ദേഹം എല്ലാ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് ഇരയെക്കുറിച്ചോ മാധ്യമപ്രവർത്തകരെ കുറിച്ചോ ഒരക്ഷരം ഉരിയാടാതെ അദ്ദേഹം ആത്മസംയമനം പാലിച്ചുകൊണ്ട് എന്താ സംഭവിച്ചത്? വീണ്ടും അദ്ദേഹത്തിന് അസംബ്ലിയിൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേസിന്റെ നിയമപരമായ നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ അതല്ലല്ലോ ഈ രാജ്യത്ത്, നിയമമല്ലല്ലോ പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വടി കൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത്. കാരണം ഇന്ന് ഈ ഇര മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ്. നേരെ മറിച്ച് ഈ KPCC സ്വീകരിച്ച നടപടി, പാർലമെന്ററി പാർട്ടി സ്വീകരിച്ച നടപടി, അത് ശിരസ വഹിച്ച് കുറെ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നു. ഇതൊരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല, പാർലമെന്ററി പാർട്ടിക്കില്ല,
അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം. കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്. പൊതുവെ ഒരു ചൊല്ലുണ്ടല്ലോ, നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറും. അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും തയ്യാറാകണം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന് ഇതിനകത്ത് പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല, പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യമില്ല. പശ്ചാത്തപിക്കുകയും പ്രായശ്ചിത്തം ചെയ്യേണ്ടത് ഒരൊറ്റ വ്യക്തിയാണ്. അയാൾ ഇനിയെങ്കിലും അതിന് തയ്യാറാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. രാഹുൽ പാർട്ടി നടപടി എടുത്തല്ലോ, ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാനാണ് ചെയ്യേണ്ടത്. തയ്യാറായില്ലെങ്കിൽ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇര മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാ? നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു. എനിക്കെതിരെ പരാതിയില്ല, പരാതി വരട്ടെ, നോക്കാം, കാണാം. പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടതിന് പകരം അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്തത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിച്ചിട്ടില്ല. ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസ് ആയി കാണാൻ എനിക്കാവില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു കേസ് വരികയും വലിയ വിവാദവും ചെയ്യുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാണ്. അല്ല, അതിപ്പോ നമുക്കറിയാമല്ലോ. ശബരിമല സ്വർണ്ണ കേസുണ്ടല്ലോ. സ്വർണം ആരാണ് മോട്ടിച്ചത്? ദ്വാരപാലക ശില്പം ഇളക്കൊണ്ട് പോയാരാ? വാതിൽപ്പടി ഇളക്കൊണ്ട് പോയാരാ? അതുപോലെ കട്ടിളപ്പടി ഇളക്കൊണ്ട് പോയാരാ? രണ്ടുപേർ ആരൊക്കെയാണ്? ഒരാൾ 2 പ്രാവശ്യം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കുളക്കട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് വാസു. മാത്രമല്ല, അയാള് ഗുരുദാസൻ മന്ത്രിയായിരിക്കും, പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറാക്കി, ദേവസ്വം കമ്മീഷനാക്കി, ദേവസ്വം പ്രസിഡന്റാക്കി. പിണറായി വിജയന്റെ ഏറ്റവും സ്വന്തം ആളാണ് വാസു. അയാൾ ജയിലില്ല. 2 കോന്നി MLA, പാർട്ടിയുടെ മെമ്പർ. മാത്രമല്ല 2 പ്രാവശ്യം ആറന്മുളയിൽ മത്സരിച്ച് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തോറ്റാള്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അയാളകത്ത് കിടക്കുക. അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞല്ലോ, കുറ്റാരോപണം നടത്തി കഴിഞ്ഞാൽ അവർ രാജിവെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതല്ല പറയുന്നത്, ഞങ്ങൾ ഇതിന് ധാർമ്മികതയാണ് പറയുന്നത്. കുറ്റാരോപിതരെന്ന് പറഞ്ഞ് ജയിലിൽ കിടന്നിട്ട് പോലും നടപടിയെടുക്കാത്ത ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ യാതൊരു അവകാശവും ഇല്ല. പറയട്ടെ 2 മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ ശബരിമലയിലെ വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു. ദ്വാരപാലക ശില്പം ഒരു വിഗ്രഹമാണ്, കട്ടിളപ്പടി, അതുപോലെ പിന്നെ വാതിൽപ്പടി, ഇതെല്ലാം സ്വർണമാണ്. ആ സ്വർണം പണ്ട് MG ശ്രീകുമാറിന്റെ ഒരു പാട്ടില്ലേ, വെറും ഒരു മോട്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ? അപ്പൊ പശുവിനെ മോട്ടിച്ചതോ പാല് കുടിക്കാനാണല്ലോ. അപ്പൊ തുണി മോടിച്ചതോ നാണം മറയ്ക്കാനാണല്ലോ. എന്തിനാ സ്വർണം മോട്ടിച്ചത്? പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞാണ്, കെ സുധാകരൻ ഇങ്ങനെ ഓരോ കാലത്ത് ഓരോന്ന് മാറി പറയുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയെന്ന്. കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് പാർട്ടി. പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു. എന്തന്വേഷണം? അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം? ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത്? ഇര നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു, പരാതി നേരിട്ട് കൊടുത്തു. ഇനിയാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ റിസൾട്ട് എന്തുമാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, വി ആർ ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ വി ആർ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പാർട്ടി. നമ്മുടെ പാർട്ടിക്ക് ഒരു മൂല്യബോധം ഉണ്ടല്ലോ. ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത്. അതിനെ ആര് ന്യായീകരിച്ചാലും അവരോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവില്ല. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നു. അല്ലെ, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഇതൊന്നും ആവശ്യപ്പെടാനുള്ള യോഗ്യത ഒന്നുമില്ല. പയ്യന്നൂരിൽ 20 വർഷം ശിക്ഷിച്ചു. എന്തിനാ? പോലീസിനെ ബോംബെറിഞ്ഞതിന്. ആ MLA ആ വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചു, മാലയിട്ട് സ്വീകരിച്ചു. പിന്നെ മുകേഷ് എവിടെ നിൽക്കുന്നു? അപ്പോ സമാനതകളില്ലാത്ത പ്രവർത്തികൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയല്ലോ പെൺകുട്ടി.
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന പി ശശി ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും പറയണ്ട. അതല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണം. ആ നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല മാർക്സിസ്റ്റുകാരും ബി ജെ പിക്കാരും ധാർമ്മികതയും പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയും. കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആദ്യം എടുത്ത നിലപാട്, ആ നിലപാട് അടിയുറച്ചു നിൽക്കണം. ഇക്കാര്യത്തിൽ ഒരു ശതമാനം പോലും ഈ ഇടയ്ക്ക് നമുക്ക് ശബ്ദിക്കാൻ അവകാശമില്ല, പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വടി കൊടുത്ത് അടി വാങ്ങിച്ചാണ്. എം പി, ഇതിലൊരു കാര്യം, ഈ ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾ, KPCC ചുമതലയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും എന്താണ് സംഭവിക്കുകയെന്ന് അറിയാത്ത ആളുകളല്ല ഈ കോൺഗ്രസ് നേതാക്കൾ. എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ എങ്ങനെ പിന്തുണയ്ക്കുന്നത്? ഏത് കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്? ഒരു നേതാവിന്റെ പേര് പറഞ്ഞു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, അയാൾ KPCC സെക്രട്ടറിയാന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു? അയാൾ ആരാ KPCC സെക്രട്ടറിയാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അയാളെ പ്രാഥമിക അംഗത്വത്തിൽ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല. ഹൂ ടോൾഡ് യു ദാറ്റ് ഹി ഈസ് ദ സെക്രട്ടറി ഓഫ് ദ PCC? നോ. അയാളെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അയാളെ തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. അയാൾ KPCC സെക്രട്ടറിയാന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാന്നാ നിങ്ങളുടെ ധാരണ. അയാൾ KPCC സെക്രട്ടറി അല്ല, KPCC മെമ്പർ അല്ല. അയാൾ കോൺഗ്രസിന്റെ ഒരു പ്രാഥമിക അംഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, ഏത് KPCC ഭാരവാഹിയാണ് അനുകൂലമായി പോസ്റ്റ് ഇട്ട? പറയൂ, ഒരു KPCC ഭാരയുടെ പേര് പറയൂ. ഞാൻ പറഞ്ഞല്ലോ, അയാൾ KPCC സെക്രട്ടറി അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാളെ നിങ്ങൾക്കറിയാമല്ലോ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. ഇപ്പൊ തിരിച്ചെടുത്തു. അതിനപ്പുറം അയാൾക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ട് അയാൾ പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമായിട്ട് കാണണ്ട. അയാൾ പണ്ട് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അതൊന്നും കൗണ്ട് ചെയ്യണ്ട.